പോലെ ഇപ്പം ഇനി അടുത്ത പാർട്ടിലേക്കുള്ള അഡ്വാൻസ് കൊടുക്കാൻ ധൈര്യമായി അഡ്വാൻസ് കൊടുത്തു തുടങ്ങി വിജയബാബു? തിയേറ്റർ കളക്ഷൻ 60 ദിവസം കഴിഞ്ഞിട്ട് വരത്തുള്ളൂ. അത് കിട്ടിയിട്ട് ആദ്യം കടങ്ങൾ കിട്ടണം, അത് കഴിഞ്ഞ് മേടിച്ചെടുത്ത പൈസ കൊടുക്കണം, അതിനുശേഷം അഡ്വാൻസിലേക്ക് കിടക്കണം. എൻ്റെ ഒരു ന്യായമായ കാര്യം. വിജയുടെ ഈ ഫസ്റ്റ് ദിവസം ഒരു 6 crore ഗ്രോസ് ഉണ്ടായിരുന്നു. പിന്നെയുള്ള കണ്ടിന്യൂസ് 3 days ഒരു 7.5 7.8 റേഞ്ചിൽ ഗ്രോസ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഫസ്റ്റ് മൺഡേ 3 PM ഏകദേശം ഒരു 2 CR ഗ്രോസ് വന്നിട്ടുണ്ട്. എത്രയാണ് എക്സ്പെക്ടേഷൻ ഒരു ഫൈനൽ? അല്ല, അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പോകട്ടെ എന്നല്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഒരു സിനിമ അങ്ങനെ ഒരു പാറ്റേൺ, ഇപ്പോൾ എൻ്റെ ഫ്രൈഡേ ഫിലിം ഹൗസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിൽ ഇത്രയൊരു ഇങ്ങനൊരു കളക്ഷൻ എനിക്ക് എൻ്റെ ലൈഫിലും ആദ്യമാണ്. നമ്മൾ ഏതൊരു പ്രൊഡ്യൂസറിൻ്റെ ഡ്രീമാണ് ലൈഫിൽ എപ്പോഴെങ്കിലും ഇങ്ങനെയൊരു മാസ് ഹിറ്റ് അടിക്കണം. അത് ഇപ്പം ഞാൻ സിനിമയിൽ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ട് 14 വർഷമായി. അപ്പോൾ ഈ 14 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇങ്ങനെ ഒരു മാസ് ഹിറ്റിലേക്ക് വന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പും എനിക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ ഇതിനു മുമ്പ് പല ഇത് എത്ര വരാം എനിക്കും അറിയില്ല, ഞാനും പുതിയതാണ്. അപ്പം നമ്മുടെ ഒരു ഗെസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഓക്കെ, ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് ഇത് ബ്രേക്ക് ഈവൻ ആവുക എന്നുള്ളതാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു ഹിറ്റായി ഇത്രയും വലിയ ഗ്രോസ് വന്നിരിക്കുന്നു. മൈ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഓക്കെ, ഹാവ് ടു സെൽ ദ റൈറ്റ്സ്, ബ്രേക്ക് ഈവൻ ചെയ്യുക എന്നുള്ളത്. ഞാൻ ഒരു ഫിഗറിലേക്ക് നോക്കിയിട്ട് അത് എത്തട്ടെ എന്ന് പറഞ്ഞിരിക്കുകയല്ല. എൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്താണ്, അപ്പോൾ ഇതും ഞാൻ എൻജോയ് ചെയ്യാണ് എക്സ്പീരിയൻസ്. എത്രയാവട്ടെ എന്ന് ഞാനും നോക്കിക്കൊണ്ട് തന്നെയിരിക്കുകയാണ്. അറിയില്ല എത്ര വന്നാലും ഓക്കെയാണ്. പറഞ്ഞിരുന്നു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആണ് പാർട്ട് 2-ന് എന്നുള്ളതാണ്. ഇപ്പോൾ വിജയചേട്ടനും പറഞ്ഞിരുന്നു ഇത് വലിയ ഹിറ്റായാൽ മാത്രമേ അതിലേക്ക് കടക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 ചോദ്യങ്ങൾക്കും ഏകദേശം ഉത്തരവായിട്ടുണ്ട്. ഹിറ്റുമായും സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയും എന്നാണ് ഡേറ്റുകൾ ലോക്ക് ചെയ്ത് ഷൂട്ട് തുടങ്ങുന്നത്? കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ കാൽക്കുലേഷനിൽ ഞങ്ങൾക്കൊരു മണ്ഡലത്തിനെ പറ്റിയത് മഴക്കാലത്തിന് തൊട്ട് മുമ്പ് ഷൂട്ട് തുടങ്ങി. അപ്പം അത് പിന്നെ ഞങ്ങൾക്ക് ശീലമാണ്. എല്ലാ കാലത്തും ആടുമായിട്ട് എവിടെ പോയാലും മഴ പെയ്യുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ പിന്നെ മഴക്കാലത്തോടെ തുടങ്ങി ഒരുപാട് നഷ്ടങ്ങളും ഷെഡ്യൂൾ ബ്രേക്കുകളും എല്ലാം അത് അങ്ങനെ വന്നുപോയി. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ മഴയൊന്നും ഒതുങ്ങിയിട്ട് എല്ലാവരുടെയും നിങ്ങൾക്ക് എപ്പം മഴ വേണമെന്ന് ഷൂട്ട് വെച്ചാൽ മഴ പെയ്യുന്നുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് ഇനി കാലാവസ്ഥയുടെ ഒരു ഇതും കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഈ മഴക്കാലം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിന്റെ. തമിഴ്നാട്ടിൽ 10 വർഷമായിട്ട് മഴ പെയ്യാത്ത ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കോൾ വന്നിട്ടുണ്ട്, അവിടെ ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചു, ഫ്രീ ആയിട്ട് ലൊക്കേഷനിൽ കിട്ടാൻ. അത് മാത്രമല്ല, അത് നിങ്ങൾ കാണാൻ ഇത്രയും ആർട്ടിസ്റ്റുകളുടെ കഴിഞ്ഞ ഏകദേശം 10 മാസം ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു. അതായത് കഴിഞ്ഞ മെയ് തൊട്ടിട്ട് ജനുവരി വരെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു. അപ്പൊ അവർക്കെല്ലാം അത്യാവശ്യം കമ്മിറ്റ്മെന്റുകൾ ഉണ്ട്. ഇപ്പൊ ജയസൂര്യ ആണെങ്കിൽ പോലും കഴിഞ്ഞ 4 വർഷമായിട്ട് സിനിമ ചെയ്തിട്ടില്ല. അദ്ദേഹം പാടിന് ശേഷമാണ് 1-2 പടങ്ങൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് തീർക്കണം. അത്യാവശ്യം നല്ല പ്രീ പ്രൊഡക്ഷൻ വേണ്ട ഒരു സ്ക്രിപ്റ്റാണ് ഇതും എഴുതിയിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആർട്ടിസ്റ്റിന്റെ ഡേറ്റുകളും ഈ പറയുന്ന അതിൻ്റെ എന്തൊക്കെ ലൊക്കേഷൻസും അതിൻ്റെ പ്രീ പ്രൊഡക്ഷനൊക്കെ ചെയ്ത് മഴയില്ലാത്തൊരു സമയം നോക്കി ഞങ്ങളത് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഈ ഷൂട്ടിംഗ് സമയത്ത് മിഥുന, നമ്മളിപ്പോൾ സിനിമ നമുക്ക് ഒത്തിരി പേർക്ക് പല സ്ഥലങ്ങളിലും ചിരികൾ കിട്ടുന്നുണ്ട്. മിഥുൻ ആ ഷൂട്ടിംഗ് സമയത്ത് സർദസ് ഷമീറിന്റെ ആണെങ്കിൽ പോലീസിലുള്ള സീനുകൾ അങ്ങനെ കുറെ സീനുകളുണ്ട്. ഷൂട്ടിംഗ് സമയത്ത് മിഥുൻ ഏറ്റവും കൂടുതൽ ചിരിച്ച ഒരു അനുഭവമായിരിക്കും ഷൂട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കും. സിനിമ കാണുമ്പോൾ ഷൂട്ടിംഗ് ചിലപ്പോൾ തൂക്കിയ സീനുകളുടെ എല്ലാം ഉണ്ടാവും. അതിലേതായിരിക്കും? എനിക്ക് കൊഞ്ഞനം കുത്തുന്ന സീൻ കുറേ ദിവസമായി സ്പോയിലറാണ്. എനിവേസ് 2-3 ദിവസങ്ങളായി ഷൂട്ടിംഗ് ആണെങ്കിൽ ഞാനതിങ്ങനെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തിരുന്നു ഇത് എങ്ങനെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതായത് സ്ലാബ് സ്റ്റിക്ക് പീക്ക് അടുപ്പിക്കുകയാണ് നമ്മൾ കൊണ്ടുവന്നിട്ട്. ഇപ്പം അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഞാനിങ്ങനെ പറയുന്നത് ഫിനാൻസിൻ്റെ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ആലോചിക്കായിരുന്നു. ഇപ്പം തമിഴന്മാരാരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ അവരുടെ സിനിമയിലെ കൊടൂര വില്ലനായ വർമ്മൻ നിന്ന് ഇങ്ങനെ പെർഫോം ചെയ്തത് എന്തായിരിക്കും അവരുടെ മനസ്സിൽ കൂടെ എന്തായിരിക്കും? പുള്ളിയാണ് തിരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഓക്കെ ആണല്ലോ, നമ്മൾ ധൈര്യമായിട്ട് അടിച്ചു പറ്റി ഒന്നും നോക്കണ്ട. സജിയോട്ടോട് ഞാൻ ഈ ഫുട്ടേജ് കാണിച്ചു, വിനായകൻ ക്ലാസ്സിൽ അടിച്ചതിൻ്റെ വിട്ടു കൊടുക്കരുത്. അപ്പോൾ സജിയോട്ട് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ആലോചിച്ച് നോക്കുക. അപ്പം ഒരു സ്ലാബ് സ്റ്റിക് കോമഡി എന്ന് പറയുന്ന ഒരു സിനിമയിലെ അങ്ങനത്തെ ഒരു രംഗം അത് ഞാൻ ഒരുപാട് ആസ്വദിച്ച ഒരു രംഗമാണ്. പിന്നെ അടുത്ത ജേട്ടൻ്റെ കൗണ്ടർ ഞാൻ സ്പോയിലേഴ്സ് ഒന്നും പറയുന്നില്ല. പിന്നെ ഇത് എനിക്കിഷ്ടപ്പെട്ട ഒരു
ഒരുപാട് സിനിമയിലെ രംഗങ്ങൾക്ക് ട്രിബ്യൂട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പടനായകൻ കോമൺ ഗ്രൂപ്പ് പറയാൻ പറ്റില്ല, കാരണം ഈ ആളുകൾ കാണാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും. പിന്നെ നമ്മുടെ അലേയ ബോൺ, ലാറയും കസാൻഡ്രയും 2 ടൈം ലൈനുകളിൽ ആൾക്കാർക്കിട്ട് കൊടുക്കുന്നുണ്ട്. അത് ആർക്കിട്ടൊക്കെ കൊണ്ടുവന്ന് നമുക്കറിയാം. ആ 2 രംഗങ്ങളും ഞാൻ വളരെ കൗതുകത്തോടെ നോക്കിയിരുന്ന രംഗങ്ങളായിരുന്നു. അങ്ങനെ ആസ്വദിച്ച് ഷൂട്ട് ചെയ്ത ഒരുപാട് മൊമെന്റുകൾ, അതുപോലെ ഇന്ദ്രസേട്ടൻ്റെ ഒരു കുഞ്ഞ് ട്രാൻസ്ഫോർമേഷൻ സീനുണ്ട്, ഒരു മിറർ ഷോട്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങളെല്ലാവരും വളരെ കൗതുകത്തോടു കൂടിയും വളരെ ആവേശത്തോടു കൂടിയും ഒരുപാട് ചിരികളോടെയും ഷൂട്ട് ചെയ്തിട്ടുള്ള രംഗങ്ങളാണ്. പിന്നെ നമുക്ക് സ്വാഭാവികമായും ചിരി വരും. ഞാനിങ്ങനെ ഇവർ പെർഫോം ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവരെന്താ ചെയ്യാൻ പോകുന്നത്. ഇവര് അതിന് നമ്മുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുമ്പോൾ തന്നെ കുറേ രംഗങ്ങളിൽ നമ്മൾ ചിരിച്ചുകൊണ്ടാണ് ചെയ്തത്. ഇപ്പം ചിരി വന്നില്ലെങ്കിൽ ഞാൻ ചുറ്റും നിൽക്കുന്ന ആളുകളുടെ മുഖത്തേക്ക് നോക്കും. ഇവർ ചിരിക്കുന്നുണ്ട്, യൂണിറ്റിലെ ചേട്ടന്മാരുടെയും നമ്മുടെ ട്രെയിനിലെ ജിമ്മിലെ ആൾക്കാരൊക്കെ നോക്കിയാൽ മതി. ആ ഹ്യൂമർ അവർ കഥ അറിഞ്ഞിട്ടല്ലോ ചെയ്യുന്നത്. പെട്ടെന്ന് അവരുടെ റിയാക്ഷൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും ഒരു ഹ്യൂമർ വർക്കൗട്ട് ആവുമോ ഇല്ലയോ. ഇപ്പം ഞാൻ സ്പോയിലർ ആവുന്നതുകൊണ്ട് പറയുന്നില്ല, കുറച്ചധികം രംഗങ്ങൾ വളരെ ആസ്വദിച്ച് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ.